എറണാകുളം പൊന്നുരുന്നിയിൽ പാലത്തിന് സമീപം തീപിടുത്തം. ക്ഷേത്രത്തിന് സമീപമുള്ള മെക്കാനിക്കൽ ഷോപ്പിലാണ് തീപിടിച്ചത്. ആളുകളെ ഒഴിപ്പിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. വിഷ്ണു, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? നിലവിലെ സാഹചര്യം എന്താണ്? എറണാകുളം പൊന്നുരുന്നിയിലാണ് പാലത്തിന് സമീപം തീപിടുത്തമുണ്ടായത്. ഇവിടുത്തെ ഒരു ക്ഷേത്രത്തിന് സമീപമുള്ള മെക്കാനിക്കൽ ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. തീപിടുത്തം അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൊന്നുരുന്നിയിലെ മെക്കാനിക്കൽ ഷോപ്പിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. വിഷ്ണു സുരേഷ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, പറയൂ, എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പൊന്നുരുന്നി പാലത്തിന് സമീപമുള്ള ഒരു വീട്, ആ വീടിന് താഴെയാണ് ഈ ഫ്രിഡ്ജിൻ്റെയൊക്കെ മെക്കാനിക്കൽ, ഫ്രിഡ്ജ് AC-യുടെ ഒക്കെ ഒരു മെക്കാനിക്കൽ കേന്ദ്രമായിരുന്നു. അവിടെയാണ് തീപിടുത്തം ഉണ്ടായത്. തീ മറ്റിടങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. അതായത് തൊട്ടപ്പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികളെ അടിയന്തരമായി ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഫയർഫോഴ്സിന്റെ സാന്നിധ്യത്തിൽ സാധിച്ചിട്ടുണ്ട്. അതാണ് ദൃശ്യങ്ങളിൽ അടക്കം കാണുന്നത്. ആ കുട്ടികളെ അവിടെ നിന്ന് താഴേക്ക് ഇറക്കി മറ്റിടങ്ങളിലേക്ക് തീ പടരുന്നത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 2 മണിയോടുകൂടി 2:30 തീപിടുത്തം ഉണ്ടായി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നിയന്ത്രണ വിധേയമാണ്. ഇത് മെക്കാനിക്കൽ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഉള്ള കാരണം തന്നെയായിരിക്കും, ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാരണമായിരിക്കും ഫയറിലേക്ക് പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. 2 യൂണിറ്റ് അങ്ങോട്ടേക്ക്, 2 യൂണിറ്റ് ഫയർഫോഴ്സ് അങ്ങോട്ടേക്ക്, നിലവിൽ ഒരു യൂണിറ്റ് ഉണ്ട്, തുടർ യൂണിറ്റ് അങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിലുണ്ടായിരുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലെ വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ആ ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന ആളുകൾ അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ വലിയ അപകടങ്ങളൊന്നും ആ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് AC-യുടെയും അതോടൊപ്പം തന്നെ ഈ ഫ്രിഡ്ജ് നന്നാക്കുന്നതിൻ്റെയൊക്കെ വസ്തുക്കളായിരുന്നു അവിടെ ഉണ്ടായത്. അതൊക്കെ ഏറെക്കുറെ കത്തി നശിച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വാഹനങ്ങളും അതോടൊപ്പം തൊട്ടടുത്ത് കടകളും ഒക്കെ ഉള്ള ഒരു മേഖലയാണ്. പൊന്നുരുന്നി പാലത്തിന് തൊട്ട് സമീപത്താണ്. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. തൊട്ടപ്പുറത്ത് സ്കൂളുകളടക്കം ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കൊന്നും തീ പടരാതെ തന്നെ നിയന്ത്രിക്കാൻ നിലവിൽ ഫയർഫോഴ്സിനായിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. അസിത, വിഷ്ണു, ഈ സ്ഥലത്തിന്റെ ഘടന കാണുമ്പോൾ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അടുത്തടുത്ത് കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു മേഖലയായാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ? ഈ പറയുന്ന തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്നൊക്കെ കുട്ടികളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ടോ? കുട്ടികളെ പൂർണ്ണമായും മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. തൊട്ടടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അവിടെയാണ് തീ പടർന്നത്. അതുകൊണ്ടാണ് തീ അങ്ങോട്ടേക്ക് പടർന്നത്. അവിടെ നിന്ന് അടിയന്തരമായി തന്നെ കുട്ടികളെ മാറ്റാനുള്ള ശ്രമമാണ് ഏറ്റവും ആദ്യം തന്നെ ഫയർഫോഴ്സ് സ്വീകരിച്ചത്. അവിടെ പൂർണ്ണമായും തന്നെ ലാഡർ ഉപയോഗിച്ച് കുട്ടികളെ താഴേക്ക് ഇറക്കിയിരുന്നു. താഴേക്ക് ഇറക്കി അവിടെ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ മാറ്റി, ആ ബിൽഡിങ്ങിന് സമീപത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ മാറ്റിയിട്ടാണ് ഇപ്പോൾ ബാക്കി ഈ ഫയർ ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർ ഫൈറ്റിംഗ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഈ വാട്ടർ പമ്പ് ചെയ്തതിന് ശേഷം ഫോം അടിപ്പിക്കും. അത് കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാകുക എന്ന് പറയുക. ആളുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ല. അസിത, ശരി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.